ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മളെ പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് അതിലാണ് എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ അടുപ്പേ കുറേ കാലമായിട്ട് കത്തിക്കാനിട്ടേ കത്തി പിടിച്ച് കിട്ടാൻ നല്ല പണിയായിരുന്നു. പിന്നെ ഒരുവിധം കത്തിപ്പിടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ദോശ ചുടാനുള്ള ചട്ടിയൊക്കെ വെച്ചു. തലേ ദിവസം തന്നെ മാവ് കരച്ചാലേ പിറ്റേ ദിവസം എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ എണ്ണ തടവിയിട്ട് ദോശയൊക്കെ ചുട്ടു. ദോശയ്ക്ക് ഇന്ന് കറിയേ തേങ്ങ അരച്ച ചട്നിയാണ്. ഞാനിവിടെ ദോശ ചുടുന്ന സമയത്ത് ഉമ്മ അവിടെ ചട്നിക്കുള്ള തേങ്ങ ഒക്കെ ചിരകുന്നുണ്ടായിരുന്നു. അങ്ങനെ ദോശ ചുടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചട്നി ഉണ്ടാക്കാനുള്ള ചട്ടിയൊക്കെ വെച്ചു. അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തു. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ടൈമിലെ തീയൊക്കെ നന്നായി കത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളവും വെച്ചു. തലേ ദിവസത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ അതും ചട്നിയും കൂട്ടിയിട്ട് ദോശ കഴിച്ചു. തറവാട്ടത്തെ കുട്ടികളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ പോയിരുന്നു. അവന്മാരൊക്കെ പോയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഇന്നിത്തണ്ടൊക്കെ അരിയുന്നുണ്ടായിരുന്നു. ചോറൊക്കെ ആയോ നോക്കിയപ്പോഴേ ചോറൊക്കെ വെന്തിരുന്നു. ഇന്നിത്തണ്ടിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പിന്നെ ഞാൻ മുതിര എടുത്തിട്ട് അത് വറുത്തു. മുതിര കുറച്ച് വറുക്കലധികമാവുകൊണ്ടേ കുറച്ച് കരിഞ്ഞിരുന്നു. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ലേ. അങ്ങനെ ഇന്നിത്തണ്ട് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു പച്ചവാഴക്ക ഇട്ട് കൊടുത്തു. പിന്നെ വറുത്ത മുതിര ഇട്ട് കൊടുത്തു. ഇത് റെഡിയാകുമ്പോഴേക്ക് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് പപ്പായും പിന്നെ ഒരു പച്ചവാഴയ്ക്കയും അതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിന് പാകത്തിനുള്ള പച്ചമുളക് ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അതവിടെ റെഡിയാക്കി. കൂട്ടാനൊക്കെ വെന്തോ നോക്കിയപ്പോഴേ അതൊക്കെ വെന്തിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ കറി അടുപ്പത്ത് വെച്ചു. കറി ഇത് നമ്മളെ മോരൊഴിച്ചിട്ടാട്ടോ വെക്കുന്നത്. അങ്ങനെ പുളിക്ക് ആവശ്യമായിട്ടുള്ള മോരൊക്കെ ഒഴിച്ചു. മോരൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നമ്മളെ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തു. തേങ്ങയിലേക്ക് ചേർത്തത് ചെറിയ ജീരകം ചെറിയുള്ളി കേട്ടോ. അങ്ങനെ നമ്മളെ ഇന്നത്തെ കറി റെഡിയായി. കറി ഒന്ന് കടുക് പൊട്ടിച്ചൊഴിക്കും വേണം, ഉപ്പേരി ഒന്ന് തൂമിക്കും വേണം. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് ആദ്യം നമ്മൾ ഉപ്പേരി തൂമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളിയാണ് വേണ്ടത്. പിന്നെ ചെറിയുള്ളി അരിയണ മടിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള കുനുകുനായി അരിഞ്ഞതും പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലിട്ട് ഉപ്പേരിക്ക് ഒഴിച്ചിട്ട് എല്ലാം മിക്സാക്കി. അതിനുശേഷം കറി താളിക്കുകയും ചെയ്തു. ഇന്നലെ മീൻ മസാല ആക്കിയതേ കുറച്ചുണ്ടായിരുന്നു, അത് പൊരിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്നത്തെ എൻ്റെ അടുക്കള പണി കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഭയങ്കര വിശപ്പെട്ടോ. പിന്നെ വേഗം പോയിട്ട് ഭക്ഷണം കഴിച്ചു. ഉപ്പിലിട്ട ബീട്രൂട്ടും ചീനമുളകും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ഓടിച്ചു. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.